കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫോട്ടോകൾ കാണുവാനായിട്ടുള്ള ഫൈൻഡ് യുവർ ഫോട്ടോസ്. ഇതിനായിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെർച്ചിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പിക്ചേഴ്സ്, മ്യൂസിക്, വീഡിയോ എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് പിക്ചർ മാത്രം സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കുക. കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ പിക്ചേഴ്സും വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് കൂടാതെ CD-യിലാണെങ്കിൽ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് മൈ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക, CD-യിലേക്ക് പോവുക. ഇവിടെ CD-യിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായ ഫോൾഡറുകൾ തുറന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഹിന്ദി ഫിലിം സ്റ്റാർസിനെ കുറിച്ചിട്ടാണെങ്കിൽ കാണാൻ പറ്റും. ഈ കാണുന്നത് ടൈൽസിലാണ് കാണുന്നത്, ഐക്കണിലാണ് കാണുന്നത്. തമ്പനയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോന്നും വേറെ വേറെ കാണാനായിട്ട് സാധിക്കും. ഓരോ ഫോട്ടോസും വേറെ വേറെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വ്യൂ ആയിട്ട് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഏരോ ബട്ടണിൽ ഇവിടെ ഏരോ കീ, ലെഫ്റ്റ് ഓർ റൈറ്റ് ഏരോ കീസ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ചിത്രങ്ങളിലൂടെ പോകാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഇങ്ങനെ കാണുന്നത് സ്ലൈഡ് ഷോ ആയിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം വരുന്ന വിൻഡോയിൽ ഇവിടെ ഈ കാണുന്ന ബട്ടൺ സ്ലൈഡ് ഷോ, കീബോർഡിൽ F11 പ്രസ് ചെയ്യുക. F11 പ്രസ് ചെയ്യുകയാണ്. F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓരോ ചിത്രവും മാറി മാറി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് കണ്ടാൽ മതി, ഒന്നും ചെയ്യേണ്ട, ഒരു ആക്ഷനും ചെയ്യേണ്ടതായിട്ട്. ഈ വ്യൂവറിൽ കാണുന്ന വിൻഡോസ് പിക്ചർ ആൻഡ് ഫാക്സ് വ്യൂവറിൽ കാണുന്ന ഈ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ഇമേജ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്ച്വൽ പിക്സലിലേക്ക് വരാനായിട്ട് സാധിക്കും മുഴുവനായിട്ട്. ഇത് സ്ക്രീൻ സേവറിനുള്ള സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടണാണ്. ഇവിടെ ഈ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സൂം ചെയ്യാനായിട്ടും ഇത് സൂം കുറയ്ക്കാനായിട്ടും പറ്റും. ഇതിൽ തിരിക്കാനായിട്ട്, റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആവശ്യമായിട്ടുള്ള റൊട്ടേഷൻ സാധ്യമായിട്ട് പറ്റും, തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ചിത്രം ഡെലിറ്റ് ചെയ്യാനായിട്ടാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡെലിറ്റ് ചെയ്ത് പോകും. നമ്മളോട് കൺഫർമേഷൻ ചോദിക്കും. അതിനുശേഷം ഇത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്ററിലേക്ക് ചിത്രം പോകുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തെടുക്കാനായിട്ട്, ഒരു കോപ്പി സേവ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്ലോസ് ദി പ്രോഗ്രാം ആൻഡ് ഓപ്പൺസ് ദി ഇമേജ് ഫോർ എഡിറ്റിംഗ്. ഈ ഇമേജ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സംഗതിയാണിത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് എഡിറ്റിംഗ് പെയിന്റ് തുറന്നിട്ടുണ്ടായിരിക്കും. ഈ പെയിന്റിലൂടെ നമുക്ക് ഇതിൽ എഡിറ്റിംഗ് സാധ്യമാണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ്, അത് ഇഫക്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് പറ്റും. പെയിന്റ് ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്. ഇത് കൂടാതെ ഫോട്ടോഷോപ്പ്, ഇലസ്ട്രേറ്റർ അതുപോലെയുള്ള മറ്റു സോഫ്റ്റ്വെയറുകളിലൂടെ നിങ്ങൾക്ക് എഡിറ്റിംഗ് സാധ്യമാണ്.